ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പാർട്ടാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ മെയിനായിട്ട് സക്സസ് അല്ലെങ്കിൽ ഫെയിലിയറിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു കോയിൻ ടോസ് ചെയ്തിരുന്ന സമയത്ത് അതിനൊരു ഹെഡും ടെയിലും ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഇവൻറ്റിന് മാത്രമേ സക്സസ് ആവാനുള്ള ചാൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹെഡ് വീഴാണെങ്കിൽ ടെയിൽ ഫെയിലാവും, ടെയിൽ വീഴാണെങ്കിൽ ഹെഡ് ഫെയിലാവും. Success and failure. When the random experiment is repeated a number of times, the event may or may not occur in each of those experiments. The occurrence of the event may be named a success and a non-occurrence a failure. Therefore, random experiment has only two possible outcomes, success and failure. സക്സസ് ആൻഡ് ഫെയിലിയർ പറയുന്നത് ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്ത് ഇടുന്ന സമയത്ത്, ഇപ്പോൾ എക്സാമ്പിൾ ഒരു കോയിൻ റിപ്പീറ്റ് ചെയ്ത് ഇടുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ഓരോ ഇവൻറ്റും ഒക്യൂർ ചെയ്യും. അതുപോലെ തന്നെ മെയിനോട്ട് ഒക്യൂർ, കിട്ടുന്നതും കിട്ടാത്തതായിട്ടുള്ളൊരു ഒക്യൂറൻസ് ഉണ്ടാവും. ഒക്യൂർ ചെയ്യുന്ന ഇവൻറ്റിനെ സക്സസ് എന്നും നോൺ ഒക്യൂറൻസ് ആയിട്ടുള്ള ഇവൻറ്റിനെ ഫെയിലിയർ എന്നും പറയും. അതുകൊണ്ട് തന്നെ ഇതിന് രണ്ട് പോസിബിൾ ഔട്ട്കംസേ ഉണ്ടാവുള്ളൂ, സക്സസ് ആൻഡ് ഫെയിലിയർ. ഡെഫിനിഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഒരു റാൻഡം വേരിയബിൾ എക്സ്, അതിൻ്റെ രണ്ട് പാരാമീറ്റേഴ്സാണ് എന്നും പിയും. ദ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. ഇതിൽ പി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് സക്സസിൻ്റെ സിംഗിൾ ട്രയൽ. എക്സാമ്പിൾ ഒരു കോയിൻ കുറേ പ്രാവശ്യം ടോസ് ചെയ്യും, അതിൽ പി എന്ന് പറഞ്ഞാൽ സക്സസ് സിംഗിൾ ട്രയലിൽ സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റി. കോയിൻ ഒരു പ്രാവശ്യം ഇടുന്ന ടൈമിൽ സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റി 1 ആണ്. പി എന്ന് പറഞ്ഞാൽ 0ക്കും 1നും ഇടയിലായിരിക്കും. എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ട്രയൽസ്, എത്ര പ്രാവശ്യം ഡോസ് ചെയ്യുന്നു അതാണ് എൻ. എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ്, എത്ര സക്സസ് ആയിട്ടുണ്ടോ അതിൻ്റെ നമ്പറാണ് എക്സ്. ക്യൂ എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി, 1ൽ നിന്ന് പി മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ക്യൂ. ഇമ്പോർട്ടൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. The binomial distribution is often very useful in decision making situations in business. ഒരു ബിസിനസ്സിൽ ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ് ഉണ്ടാവും. അതിൽ ഏറ്റവും നല്ല സിറ്റുവേഷൻ എടുക്കാനായിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ക്വാളിറ്റി കൺട്രോൾ. ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യും. നെക്സ്റ്റ് ഇൻ ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് പ്ലാൻസ് ഇൻസ്പെക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഓൺ ആർട്ടിക്കിൾസ് ഡ്രോൺ ഇൻ എ സാമ്പിൾ. ഏത് സാമ്പിൾ പ്ലാൻ വേണമെന്ന് സെലക്ട് ചെയ്യാനായിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് യൂസ്ഡ് ഇൻ സച്ച് സാമ്പിളിങ്ങിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രൈബ്സ് ആൻ എനോർമസ് വെറൈറ്റീസ് ഓഫ് റിയൽ ലൈഫ് ഇവൻറ്റ്സ്. റിയൽ ലൈഫിൽ ഇവൻറ്റ്സ് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യും. നെക്സ്റ്റ് ടു ജഡ്ജ് വെദർ എ കോയിൻ ഓർ ഡൈ ഈസ് അൺബയാസ്ഡ് ഓർ നോട്ട്. അപ്പോൾ ഒരു കോയിൻ ഓർ ഡൈ അൺബയാസ്ഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യും. അൺബയാസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു കോയിൻ, കിട്ടുന്ന കോയിൻ പെർഫെക്റ്റ് ആണോ അല്ലയോ എന്ന്, ഒരു കുഴപ്പമില്ലാതെ പെർഫെക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യും. സിറ്റുവേഷൻസ് വെയർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി അപ്ലൈഡ്. ഇതിൽ 4 സിറ്റുവേഷൻസ് ആണുള്ളത്. ഫസ്റ്റ് സിറ്റുവേഷൻ, ദ റാൻഡം എക്സ്പെരിമെൻറ്റ് ഹാസ് 2 ഔട്ട്കംസ് വിച്ച് ക്യാൻ ബി കോൾഡ് സക്സസ് ആൻഡ് ഫെയിലിയർ. സക്സസ് ഫെയിലിയർ ഈ 2 ഔട്ട്കംസേ ഉണ്ടാവാൻ പാടുള്ളൂ. നെക്സ്റ്റ് the probability for success in a single trial remains constant from trial to trial of experiment. ഒരു സിംഗിൾ ട്രയലിലെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. നെക്സ്റ്റ് ദ എക്സ്പെരിമെൻറ്റ് ഈസ് റിപ്പീറ്റഡ് ഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ്. എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത് ഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസിലായിരിക്കണം, അതായത് നമുക്ക് എണ്ണിയാൽ തീരാവുന്ന അത്ര തവണ. നെക്സ്റ്റ് ദ ട്രയൽസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ട്രയൽസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ആദ്യത്തെ ട്രയൽ രണ്ടാമത്തെ ട്രയലായിട്ട് ഒരു ബന്ധവും പാടില്ല. പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് 7 ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. സെക്കൻഡ്, ദ ഷേപ്പ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ചസ് എസ് പി ചേഞ്ചസ് ഫോർ എ ഗിവൺ എൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പും ലൊക്കേഷനും മാറ്റണമെങ്കിൽ ആദ്യം പിനെ മാറ്റണം, എന്നിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിക്കൊണ്ട് പിയിൽ ചേഞ്ച് വരുത്തുക. നെക്സ്റ്റ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് 1 or 2 മോഡൽ വാല്യൂസ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് മോഡൽ വാല്യൂസ് ചില സിറ്റുവേഷൻസിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ 2 ആയിരിക്കും. നെക്സ്റ്റ് ദ മീൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻക്രീസസ് as n ഇൻക്രീസസ് വിത്ത് പി റിമൈനിങ് കോൺസ്റ്റൻറ്റ്. പിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിക്കൊണ്ട് n ഇൻക്രീസ് ആണെങ്കിൽ മീനും ഇൻക്രീസ് ആയിരിക്കും. അടുത്തത് ഇഫ് n ഈസ് ലാർജ് ആൻഡ് ഇഫ് നെയ്തർ പി ഓർ ക്യൂ ഈസ് too close to 0, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ may be approximated to normal distribution. n ലാർജ് ആണെങ്കിൽ, അതുപോലെ തന്നെ പിയും ക്യൂവും 0യ്ക്ക് അടുത്ത് വരുന്ന നമ്പേഴ്സ് ആണെങ്കിൽ
ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ നോർമൽ ഡിസ്ട്രിബ്യൂഷനാക്കി മാറ്റാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് മീൻ എൻ പി ആൻഡ് എസ് ടി ഇസിക്കൽ ടു റൂട്ട് ഓഫ് എൻ പി ക്യു. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ എൻ പി ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് എൻ പി ക്യു ആണ്. നെക്സ്റ്റ്, ഇഫ് ടു ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ഫോളോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ദർ സം ഓൾസോ ഫോളോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എക്സും വൈയും ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണെങ്കിൽ ഇത് രണ്ടുപേരും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണമെങ്കിൽ അതിൻ്റെ സം എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ സമ്മും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ ഫോളോ ചെയ്യും. Derive with the probability function. Let P be the probability for success in a single trial of experiment and Q be the probability for its failure. ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷനിൽ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ ഓഫ് എക്സ്പെരിമെൻറ്റ്, ഒരു സിംഗിൾ ട്രയലിൽ സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റി. ക്യൂ ആണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി ഫോർ ഇറ്റ്സ് ഫെയിലിയർ. ഇതിൽ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ്, എത്ര പ്രാവശ്യമാണ് ട്രയൽ ചെയ്യുന്നത്, ടോസ് ചെയ്യുന്നത്, അതാണ് എൻ. എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ്. ഇതിൽ എൻ ട്രയൽസിൽ എക്സ് സക്സസ്സും ബാക്കിയുള്ളത് എൻ മൈനസ് എക്സ് ഫെയിലിയർ ആയിരിക്കും. ദെൻ ദ പ്രോബബിലിറ്റി ഫോർ എക്സ് സക്സസ് ഔട്ട് ഓഫ് എൻ ട്രയൽ ഈസ് ഗിവൺ ബൈ എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. ഈ ലോയിനെയാണ് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ലോ. ഫിറ്റിംഗ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനാണ് ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ 3 സ്റ്റെപ്സ് ആണുള്ളത്. ഇതിൽ ഫസ്റ്റ് വൺ, ഡിറ്റർമൈൻ ദ വാല്യൂസ് ഓഫ് പി ക്യൂ ആൻഡ് എൻ, സബ്സ്റ്റിറ്റ്യൂട്ട് ദം ഇൻ ദ ഫംഗ്ഷൻ എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. വി ഗെറ്റ് ദ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ് എൻ പി ക്യൂ ഇതിൻ്റെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, എന്നിട്ട് അത് ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, put x is equal to 0, 1, 2, 3, etc. in the function ncx p raised to x q raised to n minus x. We get the n plus 1 terms. എക്സിന് വാല്യൂസ് ഇട്ട് കൊടുക്കുക, ഈ ഇക്വേഷൻസിലെ എക്സിന് വാല്യൂസ് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ്, മൾട്ടിപ്ലൈ ഈച്ച് സച്ച് ടൈം ബൈ എൻ ടു ഒബ്റ്റെയിൻ ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എൻ ഇൻറ്റു പി ഓഫ് എക്സ്, എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസിയാണ്, പി ഓഫ് എക്സ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ. അങ്ങനെ ചെയ്യുമ്പോഴാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടുന്നത്.